ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈഡ് ഡ്രോപ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് എഫക്ട്സ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒന്നാണ് സിംബൽസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻസ് എന്നുള്ളത്. ഇനി ഫസ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിയാലും മതി. ഓക്കെ, അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും എല്ലാം തന്നെ ഈ വീഡിയോ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നോക്കിയത് സിംബൽസ് ഓഫ് ഇലക്ട്രിക് കമ്പോണൻസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സിംബൽസ് എല്ലാം നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി എങ്ങനെയായിരുന്നു സെല്ലുകൾ അറേഞ്ച് ചെയ്യുന്നത് ഒക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയത്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സർക്യൂട്ടിന്റെ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. എന്താണ് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? അത് പഠിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ആക്ടിവിറ്റി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട 14.9 എന്ന ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം അതിലെന്താണ് നോക്കിക്കേ. ഇതിലെന്താണ് കാണിച്ചിരിക്കുന്നത്? ഇവിടെ ആ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ് അല്ലേ? സ്വിച്ച് ഓഫ് പൊസിഷനിലല്ലേ? അങ്ങനെയാവുമ്പോ ബൾബ് ഗ്ലോ ചെയ്യുമോ? ഇല്ല അല്ലേ? ആ സമയത്ത് നിങ്ങൾ ആ ബൾബിൽ ഒന്ന് ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ല അല്ലേ? ഇനി അതേസമയം നിങ്ങൾ ഈ സർക്യൂട്ട് ഒരു ഓൺ പൊസിഷനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഓൺ പൊസിഷൻ വരുമ്പോൾ ബൾബ് എന്ത് ചെയ്യുന്നു? ഗ്ലോ ചെയ്യുന്നു. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ എന്ത് ഫീൽ ചെയ്യും? ചെറിയൊരു ചൂട് ഫീൽ ചെയ്യും. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബൾബ് ഓഫ് പൊസിഷനിലാവുമ്പോൾ അല്ലെ സ്വിച്ച് ഓഫ് പൊസിഷനിലാവുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യില്ല. ഗ്ലോ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഹീറ്റ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ബൾബിൽ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റിയും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ കാരണം എന്ന് പറയാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് ആസ് ഷോൺ ഇൻ 14.10. ഈ ഒരു സർക്യൂട്ട് കണ്ടല്ലോ, ഇതുപോലെ നമുക്കൊരു സർക്യൂട്ട് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? ഒരു 10 സെന്റിമീറ്റർ ലോങ് പീസ് ഓഫ് ഒരു നിക്രോം വയർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു വയറാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതെന്ത് ചെയ്യണം? 2 നെയിൽസിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് പോലെ വെക്കണം. ഈ നിക്രോം വയർ നമുക്ക് ഇലക്ട്രിക് റിപ്പയർ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പഴയ കേടായ ഇലക്ട്രിക് ഹീറ്ററിലൊക്കെ കാണും കേട്ടോ. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന വയറാണ്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓൺ പൊസിഷൻ കൊടുക്കുക. ഓൺ പൊസിഷൻ ആകുമ്പോൾ ഓൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് ക്ലോസ് ആകും കേട്ടോ. അപ്പോൾ എന്താ, ഇലക്ട്രിസിറ്റി കടന്നു പോകും. അപ്പോൾ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചോണ്ടിരിക്കല്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? കയ്യിൽ എന്താണ് അനുഭവപ്പെടുന്നത്? ഒരു ചെറിയ ഹീറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഇനി അത് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഹീറ്റ് അങ്ങ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മള് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആ ഭാഗം എന്താകുന്നു? ഹോട്ട് ആകുന്നു അല്ലെ? ആ വയർ എന്ത് ചെയ്യുന്നു? ഹോട്ട് ആകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഹീറ്റ് ഉണ്ടാകുന്നു. ഇതിനെ എന്താണ് പറയുന്നത്? ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് അല്ലെ? അപ്പൊ ഈ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ഒന്ന് നമ്മുടെ അയൺ ബോക്സ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇലക്ട്രിക് റൂം ഹീറ്റർ ഉണ്ട്. അതുപോലെ ഇലക്ട്രിക് ഹീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഹീറ്റർ, കെറ്റില്, ഇതെല്ലാം എന്താണ്? ഈ ഒരു ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് അതിനകത്തെല്ലാം ഒരു കോയിലുണ്ട്. കോയിൽ കണ്ടോ? ഇത് നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ടോ? അതുപോലെ കോയിലുണ്ട്. അതായത് ഒരുപാട് വയറുകൾ ചേർന്നുള്ള കോയിലുകൾ. ഈ കോയിൽ ഓഫ് വയറിന് നമ്മൾ പറയുന്നതാണ് എലമെന്റ്. അടുത്ത പോയിന്റ് ഓർത്തിരിക്കുക, ഈ കോയിലിന് പറയുന്ന പേരെന്താണ്? എലമെന്റ്. ഈ എലമെന്റിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ സ്വിച്ച് എന്തായിരിക്കണം? ഓൺ പൊസിഷനിലായിരിക്കണം, ക്ലോസ് ആയിരിക്കണം. അപ്പോ അതെന്ത് ചെയ്യും? അത് ഹീറ്റ് ആകും. ആ ഹീറ്റ് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ് ആണ്, ഇലക്ട്രിക് അപ്ലയൻസസ് ആണ് ഇതൊക്കെ. ക്ലിയർ ആയോ?
അതുപോലെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഈ അപ്ലയൻസസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഹീറ്റ് തരുന്ന നമുക്ക് ഇപ്പം ഇലക്ട്രിക് ഹീറ്റർ ആണെങ്കിലും, അതുപോലെ അയൺ ബോക്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ഹീറ്റ് നമുക്ക് ആവശ്യമുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവരെന്താകും? നല്ല റെഡ് ഹോട്ട് ആയിട്ട് മാറും അല്ലേ? റെഡ് ഹോട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അവര് എനർജി, ഹീറ്റ് എനർജി നമുക്ക് തരും. ആ ഹീറ്റാണ് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോ നിങ്ങൾ പഴയ അയൺ ബോക്സ് ഒക്കെ പൊട്ടിയതോ അല്ലെ വാട്ടർ ഹീറ്റർ ഒക്കെ പൊട്ടിയതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കോയിൽസ് കാണാൻ സാധിക്കും. ആ കോയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഹീറ്റ് ആവുന്നത്, ഇങ്ങനെ ഹോട്ട് റെഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ അത് പലതും പല ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ അയൺ ബോക്സിൽ ഉണ്ടായിരിക്കുന്ന വയേഴ്സ് ആയിരിക്കില്ല നമ്മുടെ ഹീറ്ററിലുള്ളത് അല്ലെങ്കിൽ കെറ്റിലുള്ളത്. അതെന്താണ്? പലതും അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്? ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ആ വയറിനകത്ത് വരുന്ന ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതിനകത്തെ മെറ്റീരിയൽ, ലെങ്ത്, ആ വയേഴ്സിന്റെ ലെങ്ത്, തിക്നെസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് produced in a wire depends on its material, length and thickness. മനസ്സിലായോ? അതായത് ഓരോ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട്. ഇപ്പൊ നമുക്ക് അയൺ ബോക്സിന്റെ റിക്വയർമെന്റ് ആയിരിക്കില്ലല്ലോ നമുക്ക് വാട്ടർ ഹീറ്ററിൻ്റെത്. അപ്പൊ ആ ഓരോ റിക്വയർമെന്റിനനുസരിച്ച് അതിനകത്തിരിക്കുന്ന മെറ്റീരിയലും അതിനകത്തിരിക്കുന്ന എലമെന്റ്സിന്റെ തിക്നെസ്സും എല്ലാം, വയേഴ്സിന്റെ കോയിലിന്റെ ഒക്കെ തിക്നെസ് എന്തായിരിക്കും? തിക്നെസ്സും ലെങ്ത്തും എല്ലാം തന്നെ എന്താണ്? ഡിപ്പെൻഡ് എല്ലാം തന്നെ ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? The wire used for making electric circuit do not normally become hot. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന വയേഴ്സ് നോർമലി എന്താണ്? ഹോട്ട് ആവാറില്ല അല്ലെ? എന്നാൽ ദ എലമെന്റ്സ് ഓഫ് ഇലക്ട്രിക് അപ്ലയൻസസ്, എങ്ങനത്തെ ഇലക്ട്രിക് അപ്ലയൻസസ് ബിക്കം സോ ഹോട്ട്? നമുക്കറിയാം അയൺ ബോക്സ് പോലെയുള്ള അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ പോലെയുള്ള ഹോട്ട് ആകുന്ന ഇലക്ട്രിക് അപ്ലയൻസസിനകത്ത് എന്താണ്? ഈ വയർ ഹോട്ട് ആവുന്നത് നമുക്ക് കാണുവാനും സാധിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഈ ഇൻകാൻഡസന്റ് ലാമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ LED ബൾബും CFL ലാമ്പൊക്കെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബൾബ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബൾബിനകത്ത് ഒരു ഫിലമെന്റ് ഉണ്ട്. ഈ ഫിലമെന്റ് എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ ആകുമ്പോൾ അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ഇവര് ഹോട്ട് ആകുന്നു. അപ്പൊ എന്താണ്? അവിടെ നന്നായിട്ട് അത് ഗ്ലോ ചെയ്യുന്നു. അങ്ങനെയാണ് ആ ബൾബ് ഗ്ലോ ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ ഉള്ള ഒരു ഫിലമെന്റ് എന്താണ്? ഹോട്ട് ആവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇഫ് എ ലാർജ് കറന്റ് പാസസ് ത്രൂ എ വയർ, ഒരു വയറിലൂടെ ലാർജ് കറന്റ് പാസ് ചെയ്യുകയാണെങ്കിൽ ദ വയർ മേ ബിക്കം സോ ഹോട്ട്, വളരെ ഹോട്ട് ആകും, ദാറ്റ് ഇറ്റ് മേ ഈവൻ മെൽറ്റ് ആൻഡ് ബ്രേക്ക്. അതായത് ഒരു ലാർജ് കറന്റ് ഒരു വയറിലൂടെ പാസ് ചെയ്യുവാണെങ്കിൽ ആ വയർ എന്ത് ചെയ്യും? വളരെ ഹോട്ട് ആകും, എന്നിട്ട് അത് മെൽറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യും. ഇത് നിങ്ങൾക്ക് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അതിന് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടെ നോക്കാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാം. ഈ ഒരു ബ്ലൂ പോർഷനിൽ കാണുന്നത്, അതായത് ഇവിടെ ഇൻകാൻഡസന്റ് ബൾബിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ? അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ അതിന് ആ ഒരു ബൾബ് ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് അതിനെ തൊട്ട് നോക്കിയാൽ ഹീറ്റ് അനുഭവപ്പെടുന്നത് കാണാൻ സാധിക്കും. അതായത് അതിനകത്ത് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഹീറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോട്ട് ഡിസൈറബിൾ ആസ് ഇറ്റ് റിസൾട്ട് ഇൻ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. അതൊരു വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അല്ലെ? നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ലൈറ്റ് കണ്ടാൽ മതി, നമുക്ക് ഹീറ്റ് വേണം എന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയായി ഈ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അതിലെ ഫിലമെന്റ് ഹോട്ടായിട്ട് അതിങ്ങനെ ഗ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ബൾബിൽ. അപ്പൊ ഇവിടെ എന്താണ്? അതിൽ തൊടുമ്പോൾ നമുക്കൊരു ചൂടും അനുഭവപ്പെടുന്നു. അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി എന്താണ്? ഹീറ്റ് ആയിട്ടും കൺവേർട്ട് ആയിട്ട് പോകുന്നുണ്ട്, അതായത് ഹീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഒരു വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മൾ ഫ്ലൂറസെന്റ് ട്യൂബ് ലൈറ്റ്സ് ആൻഡ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, അതായത് CFL ലാമ്പ് ഒക്കെ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആണ്. അതിലങ്ങനെ ഹീറ്റ് വരില്ല. അത് വളരെ നമുക്ക് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി അതിന് ലൈറ്റ് കത്തുവാൻ വേണ്ടി അത് സഹായിക്കുന്നു. അപ്പൊ അതെന്താണ്? അതൊരു ബെറ്റർ ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സോഴ്സ് ആണ്.
അതേപോലെ നൗ എ ഡേയ്സ് വി യൂസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് LED ബൾബുകൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അല്ലേ. നിങ്ങൾ തന്നെ കടയിൽ പോയി ചോദിക്കുമ്പോൾ കൂടുതൽ LED ബൾബാണ് എടുത്തു തരുന്നത്. അതും ഇതുപോലെ തന്നെ വളരെ എന്താണ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി കുറച്ച് കൺസ്യൂം ചെയ്യുന്നുണ്ട്. LED ബൾബ് കൺസ്യൂം ലെസ് ഇലക്ട്രിസിറ്റി കമ്പയർഡ് ടു ഏതാണ് ഇൻകാൻഡസെന്റ് ബൾബ്, അതായത് നമ്മുടെ നേരത്തെ സാധാരണ ബൾബിനേക്കാളും കുറച്ച് ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു, നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റ് ഒന്നും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല, ഇലക്ട്രിസിറ്റി ഒന്നും വേസ്റ്റേജ് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ദസ് LED ബൾബ് ആർ മച്ച് ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആൻഡ് ദെയർഫോർ ബീങ് എ പ്രിഫേർഡ്. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ്? LED ബൾബാണ്. കാരണം അത് ലെസ് ഇലക്ട്രിസിറ്റി, വളരെ ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ. ഇനി ഇറ്റ് ഈസ് അഡ്വൈസ് ടു യൂസ് ഇലക്ട്രിക് അപ്ലയൻസസ് ആൻഡ് ഗാഡ്ജറ്റ്സ് വിച്ച് ആർ ഇലക്ട്രിക്കലി എഫിഷ്യന്റ്. ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ഉള്ള ഗാഡ്ജറ്റും അതുപോലെ ഇലക്ട്രിക് അപ്ലയൻസസുമാണ് നമ്മൾ എപ്പോഴും എന്താണ് സെലക്ട് ചെയ്യേണ്ടത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, BIS. അത് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് മാർക്കുണ്ട്. അതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ISI മാർക്കുള്ള നോക്കി എടുക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ് ISI മാർക്ക്. അതാരാണ് അസൈൻ ചെയ്യുന്നത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. അപ്പൊ അതിനകത്ത് which is an assurance of conformity of the specification given on the product. It is therefore suggested to use ISI mark product. അതുകൊണ്ട് നമ്മൾ ISI മാർക്കുള്ള എഫിഷ്യന്റ്, ഇലക്ട്രിസിറ്റി എഫിഷ്യന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് അപ്ലയൻസസ് സെലക്ട് ചെയ്യാൻ നമ്മൾ നോക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡിഫക്റ്റ് മീൻസ് ഒരു നെഗറ്റീവ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്ലൂറസെന്റ് ട്യൂബ്സും CFL ഒക്കെ മെർക്കുറി വേപ്പേഴ്സിനെ കൂടുതലായിട്ടും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ടോക്സിക് ആണ് നേച്ചറിൽ. ദെയർഫോർ ഡാമേജ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള ഫ്ലൂറസെന്റ് ട്യൂബും CFL എന്താണ് സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. കാരണം അത് പൊട്ടിച്ചൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മെർക്കുറി വേപ്പർ പുറത്തു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു ഒരു നെഗറ്റീവ് സൈഡും കൂടി ഇതിനുണ്ടെങ്കിലും കൂടുതലായിട്ടും ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകളെക്കാളും ഉള്ളത്. അപ്പൊ അത് നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്തായിരുന്നു? അതായത് ലാർജ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ വയർ, അതിനകത്തുള്ള വയർ എന്താണ് ഹോട്ടായിട്ട് ഉരുകി അത് ബ്രേക്ക് ആയിട്ട് പോകുമോ ഇല്ലയോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ അത് എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ആക്ടിവിറ്റി 14.4 ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ആദ്യം ഈ ആക്ടിവിറ്റി 14.3 ഈ ഒരു സർക്യൂട്ട് ആണ് എടുക്കുന്നത്. ഇവിടെ എന്തായിരുന്നു? ഒരു നിക്രോം വയർ ആയിരുന്നു അല്ലെ. ഈ നിക്രോം വയറിന് പകരം ഒരു തിന്നായിട്ടുള്ള ഒരു സ്റ്റീൽ വൂൾ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഒരു തിൻ സ്ട്രാൻഡ് ഓഫ് സ്റ്റീൽ വൂൾ. അത് കൂടുതലായിട്ടും നമ്മുടെ ഈ ക്ലീനിങ് യൂട്ടൻസിൽസിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഗ്രോസറി ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക. പിന്നെന്താണ്? ഒരു സെല്ലല്ലായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അപ്പൊ നമ്മളൊരു 4 സെൽ എടുക്കുക. 4 സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബാറ്ററി എന്ന് വിളിക്കും അല്ലെ. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബാറ്ററി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ ഒരു ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സെല്ലിന് പകരം ബാറ്ററി ആക്കുന്നു. 4 സെല്ലുള്ള ഒരു ബാറ്ററി ആക്കുന്നു. എന്നിട്ട് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഇനിയിപ്പോ ഇതൊക്കെ ചെയ്യുന്ന റൂമിൽ ഫാനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് പാസ് ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പൊ ഈ സ്റ്റീൽ വൂൾ എന്താണ്? വളരെ ഹൈ ഒരു ഇലക്ട്രിസിറ്റി ആണ് പോകുന്നത്. ഈ സ്റ്റീൽ എന്ത് ചെയ്യുന്നു? പൊട്ടിപ്പോകുന്നു അല്ലെ. ഈ സ്റ്റീൽ വൂൾ പൊട്ടിപ്പോകുന്നു. അപ്പൊ വയേഴ്സ് മെയ്ഡ് ഫ്രം സം സ്പെഷ്യൽ മെറ്റീരിയൽ, ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. വയേഴ്സ് മെയ്ഡ് ഫ്രം സം സ്പെഷ്യൽ മെറ്റീരിയൽസ് മെൽറ്റ് ക്വിക്ലി ആൻഡ് ബ്രേക്ക് വെൻ ലാർജ് ഇലക്ട്രിക് കറണ്ട് ആർ പാസ്ഡ് ത്രൂ ദം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വളരെ വലിയ കറണ്ട് വരുമ്പോൾ നമ്മൾ കെട്ടിയിരിക്കുന്ന സ്പെഷ്യൽ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള വയേഴ്സ് എന്ത് ചെയ്യും? ക്വിക്ലി മെൽറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും, പൊട്ടിപ്പോകും. അപ്പൊ ഈ വയർ യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ഫ്യൂസസുകളിലാണ്. കണ്ടോ, ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഇലക്ട്രിക് ഫ്യൂസ്. ഈ ഫ്യൂസിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഈ വയേഴ്സ്. ഈ വയേഴ്സ് ഹൈ ഹീറ്റ് ഹൈ ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇത് ഉരുകി പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മുടെ വീടുകളിലുള്ള മെയിൻ ഫ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയുള്ള. അപ്പൊ അതെന്താണ്? കാണാത്തവര് ജസ്റ്റ് ഒന്ന്
മുതിർന്നവരോട് പറഞ്ഞാൽ ഒന്ന് കാണിച്ചു തരും. ഓക്കെ. അപ്പൊ അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അത് മെയിൻ ഫ്യൂസ് ഊരിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ മൊത്തം ഇലക്ട്രിസിറ്റി എന്താണ്, ഫുൾ കറണ്ട് പോകും അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി ഒന്നും തന്നെ വർക്ക് ആവില്ല. അപ്പൊ അത് എന്തിനാണ് അങ്ങനെ ഒരു മെയിൻ ഫ്യൂസ്, ആ മെയിൻ ഫ്യൂസിലാണ് ഇങ്ങനെയുള്ള വയേഴ്സ് ഉള്ളത്. അതായത് ആ വയേഴ്സ് എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതായത് പെട്ടെന്ന് വലിയ ഇലക്ട്രിസിറ്റി വരുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് എന്താകും, അത് ബ്രേക്ക് ചെയ്ത് പോകും. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മിനിമം ഇലക്ട്രിസിറ്റി ആണ്, ഒരു ഇലക്ട്രിസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മുടെ വീട്ടിലെ മുഴുവൻ ഇലക്ട്രിക് അപ്ലയൻസസും എന്താകും, നശിച്ചു പോകും. ഫാൻ പോകുമ്പോൾ നിങ്ങൾ കേട്ടില്ലേ, മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാൻ അടിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതായത് എല്ലാം നശിച്ചു പോകും. അപ്പൊ അതിനു വേണ്ടി അപ്പൊ മെയിൻ ആയിട്ടുള്ള ഈ ഫ്യൂസിനകത്തുള്ള ഈ വയർ എന്ത് ചെയ്യും, വളരെ വലിയ ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഇതെന്തായി മെൽറ്റ് ആയിട്ട് പൊട്ടിപ്പോകും. പൊട്ടിപ്പോകുമ്പോൾ ഇത് മെയിൻ ആയിട്ട് പൊട്ടിപ്പോകുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇലക്ട്രിക് അപ്ലയൻസസും എന്താവും, സേഫ് ആകും. അപ്പൊ അതിനായിട്ട് സേഫ് ആയിട്ട് നമ്മുടെ ബാക്കി ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ, ഷോർട്ട് സർക്യൂട്ടുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പൊ വലിയ ഇലക്ട്രിസിറ്റി വന്ന് ഷോർട്ട് സർക്യൂട്ട് ആയി, തീ പിടുത്തം ഉണ്ടായി എന്നൊക്കെ പറയില്ല. അപ്പൊ ഇതുപോലെ മെയിൻ ഫ്യൂസ് അങ്ങ് നശിച്ചു പോയാൽ ബാക്കിയെല്ലാം സേഫ് ആക്കി വെക്കും. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂസിന് നമ്മൾ എന്താണ് പറയുന്നത്, ഫ്യൂസ് ഒരു സേഫ്റ്റി ഡിവൈസ് ആണ്. അപ്പൊ ഫ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, എ ഫ്യൂസ് ഈസ് ദസ് എ സേഫ്റ്റി ഡിവൈസ് which prevents damage to electric circuits and possible fires. എന്താണ്, it is a safety device which prevents damage to electric circuits and possible fires. എങ്ങനെയാണ് പോസിബിൾ, ഈ ഫയർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതുപോലെ തന്നെ വളരെ ലാർജ് ആയിട്ടുള്ള നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റിലും കൂടുതലായിട്ട് എന്താണ് ഇലക്ട്രിസിറ്റി വരുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസിങ് ഒന്നും ഇല്ലാതെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ സർക്യൂട്ട് നശിക്കുന്നു, കത്തുന്നു. മനസ്സിലായോ, ബ്രേക്ക്, അങ്ങനെ ആ സർക്യൂട്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകുന്നു. അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, വീട് കത്തി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. ഇനി അതുപോലെ മറ്റു കുറച്ച് റീസൺസും കൂടെ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഈ എക്സസീവ് ആയിട്ടുള്ള കറണ്ട് നമ്മളിലേക്ക് ഈ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. One of the reason for excessive current in electric circuit is the direct touching of wires. അപ്പൊ നമുക്കറിയാം ഒരു ന്യൂട്രൽ വയർ ഉണ്ട് നമുക്ക്. ഈ വയറുകൾ തമ്മിൽ ഡയറക്റ്റ് ആയിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴും എന്തുണ്ടാവാം, എക്സസീവ് ഒരു ഷോർട്ട് സർക്യൂട്ടുകൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ. This may happen if the insulation on the wires has come due to wear and tear. അതായത് ഇൻസുലേഷൻ നടന്നിരിക്കുന്ന ആ ഒരു വയറിൽ വയറിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ച് അത് ദ്രവിച്ചു പോകുമോ, അങ്ങനെ സംഭവിക്കുമ്പോൾ വയറുകൾ തമ്മിൽ എന്താണ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട്, എക്സസീവ് കറണ്ട് വന്ന് അവിടെ ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ ഉണ്ടാവാൻ കാരണമുണ്ട്. മനസ്സിലായോ. അനദർ റീസൺ ഫോർ എക്സസീവ് കറന്റ് ക്യാൻ ബി ദ കണക്ഷൻ ഓഫ് മെനി ഡിവൈസസ് ടു സിംഗിൾ സോക്കറ്റ്. അതായത് ഒരുപാട് ഡിവൈസ്, എല്ലാ ഡിവൈസും കൂടെ ഒരു സിംഗിൾ സോക്കറ്റിനകത്ത് വരുമ്പോൾ അവിടെ ഓവർലോഡ് ആയിട്ട് ഇലക്ട്രിസിറ്റി വളരെ എക്സസീവ് ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്ത് അവിടെ അപകടങ്ങൾ സംഭവിക്കാം. മനസ്സിലായോ, അതാണ് ഓവർലോഡ്. You might have read reports in newspaper about fire caused by short circuit and overloads. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫയർ ഉണ്ടാകുന്നു ഷോർട്ട് സർക്യൂട്ട് മൂലം, ഓവർലോഡ് മൂലം ഒരു വീടിനൊക്കെ തീ പിടിച്ചു അല്ലെങ്കിൽ ഫാക്ടറിക്ക് തീ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അതൊക്കെയാണ് ഈ ഒരു കാരണങ്ങൾ കൊണ്ട് പറയുന്നത്. മനസ്സിലായോ. അപ്പൊ നമുക്ക് എന്താണ് പറയേണ്ടത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്യൂസ് ഉണ്ടെങ്കിൽ ആ ഫ്യൂസിനകത്തെ ഈ വയർ എക്സസീവ് ആയിട്ടുള്ള ഇതുപോലുള്ള ഹീറ്റ് വരുമ്പോൾ അത് തന്നെ ബ്രേക്ക് ചെയ്ത് ബാക്കി എല്ലാ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസിനെയും സേഫ് ആക്കി വെക്കുന്നു. ഇനി ഫ്യൂസസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. ഡിഫറെന്റ് പർപ്പസിന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്യൂസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നമ്മൾ ഇവിടെ മുകളിൽ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കേ. ഒന്ന് ഇത് നമ്മൾ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ് ഫ്യൂസസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് അപ്ലയൻസസ്. ഓരോ ഇലക്ട്രിക് അപ്ലയൻസിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂസസുകൾ കാണും. അതായത് പെട്ടെന്നുള്ള ഒരു ഇലക്ട്രിസിറ്റി കടന്നു വരുമ്പോൾ അവർക്ക് അതിന്റെ ലിമിറ്റ് കടക്കുമ്പോൾ ഈ ഒരു ഫ്യൂസ് അങ്ങ് നശിച്ചിട്ട് ആ ഒരു എക്യുപ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക് അപ്ലയൻസസ് എന്താണ്, സേഫ് ആകും. അപ്പൊ ഇത് എന്തിലുള്ളതാണ്, ഇലക്ട്രിക് അപ്ലയൻസസിന്റെ അകത്തുള്ള ഫ്യൂസസുകളാണ്. ചിലതൊക്കെ ഫ്യൂസ്
പൊട്ടിപ്പോയാൽ നമ്മൾ ആ ഫ്യൂസ് മാത്രം മാറിയിട്ടാൽ അത് തിരിച്ചു വർക്കാവും. ഓക്കെ. ഇനി ഈ വലിയ ഫ്യൂസസിനൊക്കെ പകരം ഇപ്പൊ പുതിയ പുതിയ വീടുകളിലെല്ലാം അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വീടുകളിലെല്ലാം തന്നെ കാണുമായിരിക്കും. ഇപ്പൊ കാണുന്നത് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ദീസ് ഡേയ്സ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ MCB എന്നാണ് ഈ ഒരു ആളെ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലൊക്കെ നോക്കണം കേട്ടോ, MCBs. അപ്പൊ ഈ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറഞ്ഞാല് ആർ ഇൻക്രീസിംഗ്ലി ബീങ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ഈ ഫ്യൂസസിന് പകരം ഇപ്പൊ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇതുപോലെ തന്നെ ഇതിനകത്തൊരു സ്വിച്ച് ഉണ്ട്. ഈ കാണുന്ന ഒരു സ്വിച്ച് ഉണ്ട്. അപ്പൊ ഈ സ്വിച്ച് ഓൺ ആയിരിക്കുമല്ലോ നമ്മുടെ സർക്യൂട്ട്. അത് ഓൺ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ മുഴുവൻ കറണ്ട് ഉണ്ടാകും. പെട്ടെന്ന് എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു സർക്യൂട്ട് കറണ്ട് അമിതമായിട്ട് വരുവാണെങ്കിൽ, ഇത് സേഫ് ലിമിറ്റിന്റെ അപ്പുറം കറണ്ട് വരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഈ സ്വിച്ച് എന്താകും, ഓഫ് പൊസിഷനിലേക്ക് മാറും. അപ്പം നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ കറണ്ട് ഇല്ല, എന്താണ് സംഭവം നോക്കുമ്പോൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി പോയതായിരിക്കത്തില്ല, ഇത് എന്തെങ്കിലും ഒരു എക്സസ് കറണ്ട് വന്നുകൊണ്ട് ഇത് തന്നെ മിനിയേച്ചർ ഈ സർക്യൂട്ട് ബ്രേക്കറിനകത്ത് ഓഫ് ആയി പോയതായിരിക്കും. അപ്പൊ അത് ഓൺ ആക്കുമ്പോൾ എന്താണ്, പിന്നെയും സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. അതിലേക്ക് നമ്മുടെ വീട്ടിലെല്ലാം കറണ്ട് പിന്നെയും തിരിച്ചു വരും. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ വീട്ടിലുണ്ട്, നോക്കണം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ ഇതും നിങ്ങൾ എടുക്കുമ്പോൾ ISI മാർക്കുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ISI മാർക്കുള്ളത് വേണം എടുക്കാൻ. അതായത് അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളത് വേണം എടുത്ത് വെക്കാൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ്? നമ്മൾ പഠിച്ചത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ആണ് പഠിച്ചത്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് ആണ്. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മനസ്സിലായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തു വെക്കുക. താങ്ക്